ഒരൊറ്റ വ്യാഖ്യാനത്തിൽ ഒതുങ്ങി നിൽക്കാൻ വിസമ്മതിക്കുന്ന അപൂർവം ചില മലയാള സിനിമകളിൽ ഒന്നാണ് ചുരുളി. റിലീസ് ചെയ്ത അന്ന് മുതൽ പല രീതിയിലുള്ള വിശദീകരണങ്ങളാണ് ഈ സിനിമയെ പറ്റി പറയുന്നത്. അന്യഗ്രഹ ജീവികൾ, പ്രേതങ്ങൾ, ടൈം ലൂപ്പുകൾ, പിശാചുക്കൾ, കോസ്മിക് ഹൊറർ എന്നിങ്ങനെ നിരവധി വിശദീകരണങ്ങൾ. എന്തിനേറെ പറയുന്നു, ഗവൺമെന്റിന്റെ രഹസ്യ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സീക്രട്ട് ഏരിയയാണ് ചുരുളി എന്നുവരെ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ വിശദീകരണങ്ങളും തിയറികളും എല്ലാം തന്നെ ശരിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവയ്ക്കെല്ലാം നിലനിൽക്കാൻ ആവശ്യമായ ഇടം സിനിമ ബോധപൂർവം ബാക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. സംവിധായകൻ പോലും ചുരുളി യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്താത്തതിന് കാരണവും ഒരുപക്ഷെ ഇതാകാം. അദ്ദേഹം ഒരു വ്യാഖ്യാനത്തെയും ശരിവെക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. പകരം ഓരോ പ്രേക്ഷകനും ആ കാട്ടിലേക്ക് കയറാനും അവരവരുടേതായ രീതിയിൽ അതിൽ ഇഷ്ടമുള്ള വഴികളിലൂടെ ആ കാട്ടിൽ സഞ്ചരിക്കാനും സ്വാതന്ത്ര്യം അദ്ദേഹം നൽകുന്നു. എന്നാൽ ഈ പറഞ്ഞ അമാനുഷികമായ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ, ഈ അഭൗതികമായ വിശദീകരണങ്ങളെല്ലാം ശരിയാണെന്ന് വെച്ചാൽ പോലും അതിലും ആഴത്തിലുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ സിനിമ ഇതുകൊണ്ട് സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാനപരമായി ഈ സിനിമ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഈ നിഗൂഢതകൾക്കും അപ്പുറം മറ്റെന്തെങ്കിലും ഈ കഥ പറയാൻ ശ്രമിക്കുന്നുണ്ടോ? കാരണം അന്യഗ്രഹ ജീവികളെ പോലെയുള്ള ഈ തിളങ്ങുന്ന രൂപങ്ങൾ, ഈ മനുഷ്യർ, ഈ വിചിത്രമായ യന്ത്രങ്ങൾ, വായുവിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പ്രകാശഗോളങ്ങൾ, വികലമായ റിയാലിറ്റി, ഈ ചന്ദ്രൻ, കൂടാതെ മറ്റ് അമാനുഷികമായ ദൃശ്യങ്ങൾ, ഇവയൊക്കെ ഈ കാണുന്ന രീതിയിൽ അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ എടുക്കാതെ മറ്റേതെങ്കിലും ഒരു കാഴ്ചപ്പാടിലൂടെ ഇതിനെയൊക്കെ കാണാൻ ശ്രമിച്ചാൽ, അങ്ങനെ കാണാൻ കഴിയുമോ എന്ന് ചിന്തിച്ചാൽ ഈ സിനിമയുടെ മറ്റൊരു തലം തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഈ സിനിമയിൽ ഉടനീളമുള്ള തെറിവിളിയും അവരുടെ വയലന്റ് ആയിട്ടുള്ള ബിഹേവിയറും അവരുടെ ആ കാടൻ സ്വഭാവവും എല്ലാം സിനിമയുടെ വെറും അറ്റൻഷന് വേണ്ടിയുള്ളതാണ് എന്നാണ് നേരത്തെ പറഞ്ഞ പല സൂപ്പർ നാച്ചുറൽ വിശദീകരണങ്ങളും പറഞ്ഞു വെച്ചത്. അത് ആളുകളെ സിനിമയ്ക്ക് മുമ്പിൽ പിടിച്ചു നിർത്തുന്ന വെറും എലമെന്റ്സ് മാത്രമാണ്. അല്ലാതെ അതിന് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് അത്തരം വിശദീകരണങ്ങൾ പലതും വരുന്നത്. എന്നാൽ അത് അങ്ങനെയാണോ? ഈ പറഞ്ഞ മനുഷ്യന്റെ തെറിവിളിയും അവന്റെ ഈ കാടൻ സ്വഭാവവുമാണ് സിനിമയിൽ 99% കാണിക്കുന്നത്. വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന ഈ ഏലിയൻസും പിന്നെ ആ വിചിത്ര രൂപമുള്ള മനുഷ്യരും, അവർക്കൊക്കെ സിനിമയിൽ ഇത്രയധികം പ്രാധാന്യമുണ്ടെങ്കിൽ സിനിമയുടെ ഭൂരിഭാഗം നിറഞ്ഞു നിൽക്കുന്ന ഈ തെറിവിളികൾക്കും മനുഷ്യന്റെ ഈ പ്രാകൃത ഭാവത്തിനും മറ്റ് ലക്ഷ്യങ്ങളൊന്നും തന്നെ സിനിമയിലില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മദ്യപിച്ചുള്ള പുരുഷന്മാരുടെ പെരുമാറ്റം, പോലീസിന്റെ ഇരട്ടത്താപ്പ്, നായാട്ട്, അശ്ലീലത, മാറി മറയുന്ന മനുഷ്യരുടെ വ്യക്തിത്വങ്ങൾ, അവരുടെ ഐഡന്റിറ്റി, അൺസ്റ്റേബിളായ ഐഡന്റിറ്റി, മതപരമായ വൈരുദ്ധ്യങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങളുടെ ക്രമാനുഗതമായ തകർച്ച, ഈ പറഞ്ഞതൊന്നും അന്യഗ്രഹ ജീവികളുടെ പ്രമേയങ്ങളെയല്ല. മനുഷ്യരെ വെറുതെ ഇങ്ങനെ കാട്ടിൽ പൂട്ടിയിടുന്ന അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഒരു സയൻസ് ഫിക്ഷൻ ചിത്രം മാത്രമായിരുന്നു ചുരുളിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൈം ലൂപ്പിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു ഇതെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും സിനിമ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നില്ല. കാരണം ഇവയൊന്നും അന്യഗ്രഹ ജീവികളുടെ പ്രമേയങ്ങളെയല്ല. അതായത് മനുഷ്യ സഹജമായ ചില കാര്യങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് ചിത്രം ഏറെ സമയവും നീക്കിവെക്കുന്നത്. പിന്നെ എന്താണ് ഈ സിനിമ അർത്ഥമാക്കുന്നത്? ചുരുളി എന്ന ഈ ചിത്രത്തെ ഒരൊറ്റ വാക്കിലേക്ക് ചുരുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനത് റിഗ്രഷൻ എന്ന ഒറ്റ വാക്കിലേക്ക് ഒതുക്കും. എന്താണ് ഈ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ? നാഗരികതയുടെയും മനുഷ്യന്റെ ഈ ബിഹേവിയറിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ ഒരു അവസ്ഥയിൽ നിന്നും കൂടുതൽ പ്രാകൃതവും അരാജകത്വവും അല്ലെങ്കിൽ കേവലം സഹജവാസനകളാൽ മാത്രം നയിക്കപ്പെടുന്നതുമായ ഒരവസ്ഥയിലേക്കുള്ള തകർച്ചയെ വിവരിക്കാൻ ഈ റിഗ്രഷൻ എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാരണം ചുരുളിയിലെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാണുന്ന ആ ഉപരിതലത്തിന് താഴെയുള്ള ഓരോ ചലനവും പിന്നോട്ടാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അധപ്പതനമാണ് ചുരുളിയിൽ ഉടനീളം കാണുന്നത്. നാഗരികത മനുഷ്യന്റെ പച്ചയായ സഹജവാസനകളിലേക്ക് അധപ്പതിക്കുന്നു. ധാർമ്മികത സ്വാഭാവികമായ പ്രേരണകളിലേക്ക് അധപ്പതിക്കുന്നു. നിയമം അരാജകത്വത്തിലേക്കും നിയന്ത്രണം തൃഷ്ണകളിലേക്കും വ്യക്തിത്വം അസ്ഥിരതയിലേക്കും കൂട്ടായ ആദിമ ഭാവങ്ങളിലേക്കും വഴിതെറ്റുന്നു, അധപ്പതിക്കുന്നു. കഥാപാത്രങ്ങൾ ചുരുളിയിലേക്ക് എത്രത്തോളം ആഴത്തിൽ ഇറങ്ങുന്നുവോ അത്രത്തോളം അവർ മനുഷ്യ സഹജമായ പ്രാകൃതവും വന്യവും അസ്ഥിരവുമായ പച്ചയായ അവന്റെ മാനുഷിക ഭാവങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. അവന് റിഗ്രഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സിനിമയുടെ ഘടന പോലും ഇത്തരത്തിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. ഭാഷ പ്രാകൃതമാകുന്നു, തെറിവിളി വരുന്നു, പെരുമാറ്റം മൃഗീയമാകുന്നു, മനുഷ്യന്റെ സാമൂഹിക മുഖംമൂടികൾ, അവന്റെ നാഗരിക ഭാവങ്ങൾ തകർന്നു വീഴുന്നു, പേരുകൾ പോലും ഇല്ലാതാകുന്നു, യുക്തിചിന്തകൾ മിത്തുകൾക്കും സഹജവാസനകൾക്കും വഴിമാറുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ അടിസ്ഥാനപരമായി പ്രതിനിധീകരിക്കുന്നത് നാഗരികത നൽകിയ മനുഷ്യരുടെ സംസ്കാരം എന്ന ഈ ഐഡന്റിറ്റിയുടെ തകർച്ചയെയും മനുഷ്യർ ഈ സ്ഥിരമായിട്ട് അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ നാഗരിക ഭാവങ്ങൾക്ക് താഴെ അവർ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിന്റെ വെളിപ്പെടുത്തലിനെയുമാണ്. ഇത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ചുരുളി എന്നത് അന്യഗ്രഹ ജീവികൾ ഒളിച്ചിരിക്കുന്ന ഒരു കാടോ അമാനുഷിക ശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു ഇടമോ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്കായി ഒരുക്കിയ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു രഹസ്യ കേന്ദ്രമോ അല്ല. അവിടെ പരമ്പരാഗതമായ സയൻസ് ഫിക്ഷൻ ടൈം ലൂപ്പുകളുമില്ല. മറിച്ച് മനുഷ്യന്റെ ബോധ മനസ്സിന്റെ ഉള്ളറകളിൽ മറഞ്ഞു കിടക്കുന്ന ആദിമ ഭാവങ്ങളിലേക്കുള്ള ഒരു കൂപ്പുകുത്തലാണ് ചുരുളി. എഗെയിൻ റിഗ്രഷൻ. അശാന്തമായ മനസ്സിന്റെ വെറും ഒരു പ്രതിഫലനം മാത്രമാണ് ഈ കാട്.
അതിലേക്ക് എത്രത്തോളം ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി സഞ്ചരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സാമൂഹികമായി കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്ന നിങ്ങളുടെ മുഖംമൂടികൾ തകർന്നടിയാൻ തുടങ്ങും. അതിനടിയിലുള്ള നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യഭാവത്തെ വെളിച്ചത്ത് കൊണ്ടുവരിക മാത്രമാണ് ഈ കാർഡ് ചെയ്യുന്നത്. ആ പാലം കടന്നവർ ചുരുളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിലെ അതിർവരമ്പുകൾ പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങും. അവിടെ ആന്റണിയോ ഷാജീവനോ ജോയിയോ തങ്കനോ ഫിലിപ്പോ കറിയാച്ചനോ ഇല്ല. പേരുകൾക്ക് ഒരർത്ഥവും ഇല്ലാതാകുന്നു. അവരുടെ വ്യക്തികളും പേരുകളും ഐഡന്റിറ്റിയും പതിയെ അലിഞ്ഞില്ലാതാകുന്നു. അവരുടെ ധാർമ്മികത ദുർബലപ്പെടുന്നു. ആ അതിർത്തി കടന്നു കഴിഞ്ഞാൽ നാഗരികത നൽകിയ സുരക്ഷിതമായ നിങ്ങൾ എന്ന ആ വ്യക്തിത്വം അവിടെ അവശേഷിക്കുന്നില്ല. സാമൂഹികമായ ആ മുഖംമൂടിക്ക് താഴെയുള്ള പ്രാകൃതനും മൃഗീയനും അക്രമാസക്തനുമായ ഒരു മനുഷ്യൻ മാത്രമായി എല്ലാവരും മാറുന്നു. പക്ഷേ പാലം കടന്ന ഉടനെ തന്നെ മറ്റുള്ളവരെ പോലെ ഈ പറഞ്ഞ ആന്റണിക്കും ഷാജീവനും അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് അങ്ങനെ മാറ്റം വരുന്നില്ല. മറ്റുള്ള ഗ്രാമീണരെ പോലെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അവർ തെറി പറയുന്നവരോ അവരുടെ സംസ്കാരം നഷ്ടപ്പെട്ട് പ്രാകൃതരോ അരാജകത്വമുള്ളവരോ ആയി മാറുന്നില്ല. എന്തുകൊണ്ട്? കാരണം ചുരുളിയിൽ സംഭവിക്കുന്നത് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ സാവധാനത്തിലുള്ള തകർച്ചയാണ്, അല്ലാതെ പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുകയല്ല. ആ സ്വഭാവത്തിന്റെ മാറ്റത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഏലിയനോ പ്രേതമോ അഭൗതികമായ ശക്തിയോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പെട്ടെന്നുള്ള മാറ്റം ആന്റണിയെയും ഷാജീവനെയും ബാധിച്ചേനെ. ഗ്രാമവാസികൾ പെട്ടെന്ന് മാറുന്നത് അവർ നേരത്തെ തന്നെ ചുരുളി എന്ന ആ കാടിന്റെ ഭാഗമായതുകൊണ്ടാണ്. ആ പാലത്തിന് ഇപ്പുറം നിൽക്കുമ്പോഴാണ് അവർ നാഗരികത അഭിനയിക്കുന്നത്. അവർ വിനയത്തോടെ സംസാരിക്കുന്നു, സാമൂഹികമായി പെരുമാറുന്നു. ഇങ്ങനെയൊക്കെ ഇടപഴകാൻ ആവശ്യമായ താൽക്കാലിക മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് അവർ ആ ജീപ്പിൽ അത്രയും നേരിയിരുന്നത്. എന്നാൽ തങ്ങളുടെ സ്വന്തം അതിർത്തിയിലേക്ക് തിരിച്ചെത്തുന്ന നിമിഷം ആ അഭിനയം അവർ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. അവരുടെ ആദിമ ഭാവങ്ങൾ, പ്രാകൃതമായ ഭാവങ്ങൾ സ്വാഭാവികമായിട്ട് പുറത്തു വരുന്നു. കാരണം ചുരുളി എന്നത് നേരത്തെ തന്നെ അവരുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ്. യാതൊരു കോൺസിക്വൻസും ഇല്ലാതെ അവനെ അർമാദിക്കാനും അഴിഞ്ഞാടാനും പറ്റിയൊരു സ്ഥലം, അവരുടെ ഒരു സേഫ് സോൺ. അത്തരം സേഫ് ആയ സ്ഥലങ്ങളിലും സമയങ്ങളിലും മാത്രമേ മനുഷ്യൻ അവന്റെ നാഗരിക ഭാവം താഴെ വെച്ച് അവന്റെ പ്രാകൃത ഭാവം പുറത്തു കാണിക്കും. പക്ഷേ ആന്റണിയും ഷാജീവനും വ്യത്യസ്തരാകുന്നത് അവരിപ്പോഴും പുറം ലോകത്തെ തങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. അതായത് നാഗരിക ഭാവത്തെയും നാഗരിക നിയമങ്ങളെയും കൊണ്ടു നടക്കുന്നവർ. നിയമം, അച്ചടക്കം, ദിനചര്യകൾ, വ്യക്തിത്വം, ധാർമ്മികത, സാമൂഹികമായ നിയന്ത്രണങ്ങൾ. തങ്ങൾ ക്രിമിനലുകളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നാണ് അവരുടെ വിശ്വാസം. ആ ഘടനകൾ, ആ വിശ്വാസങ്ങൾ, ഈ പറഞ്ഞ നാഗരിക ഭാവങ്ങൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നതല്ല. ദേ സ്ട്രോങ്ലി ബിലീവ് ദേ ആർ ഡിഫറെന്റ് ആൻഡ് ദേ ആർ പെർഫെക്റ്റ്. അതുകൊണ്ടാണ് അവരുടെ മാറ്റം വളരെ സാവധാനത്തിലാകുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അമാനുഷിക ശക്തി ശരീരത്തിൽ കയറുന്നതിനേക്കാൾ എത്രയോ ഭയപ്പെടുത്തുന്നതാണ് മനുഷ്യരുടെ ഈ ക്രമാനുഗതമായ ധാർമ്മിക തകർച്ച. ഇറ്റ് റിവീൽസ് വാട്ട് വി ട്രൂലി ആർ. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരിലും ആന്റണിയാണ് ആദ്യം ഇതിനോട് പൊരുത്തപ്പെടുന്നത്. കാരണം മനഃശാസ്ത്രപരമായി തന്നെ പുള്ളി അതിന് പാകപ്പെട്ടവനാണ്. പുള്ളി ഒരു അണ്ടർ കവർ പോലീസായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വേഷം മാറി കേസ് തെളിയിക്കുന്നതുകൊണ്ട് തന്നെ ഏത് വ്യക്തിത്വവും ഐഡന്റിറ്റിയും ഇഷ്ടാനുസരണം പെട്ടെന്ന് തന്നെ അയാൾ മാറും. മാത്രമല്ല ധാർമ്മികമായി അല്പസ്വല്പം വിട്ടുവീഴ്ച ചെയ്യാനും പുള്ളിക്ക് മടിയൊന്നുമില്ല. ഹീസ് ഓൾവേസ് റെഡി ടു കോംപ്രമൈസ് മോറലി. ക്രിമിനൽ പശ്ചാത്തലങ്ങളിലേക്ക് എങ്ങനെ ലയിച്ചു ചേരണമെന്നും അപരിചിതർക്കൊപ്പം മദ്യപിക്കേണ്ടത് എങ്ങനെയാ, അവരോട് യാതൊരു മടിയില്ലാതെ കള്ളം പറയേണ്ടത് എങ്ങനെ, സാഹചര്യത്തിനനുസരിച്ച് ഏത് സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതിനെയൊക്കെ പറ്റി പുള്ളിക്ക് നല്ല ധാരണയുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ചുരുളി എന്ന് പറഞ്ഞ കാർഡ് ആന്റണിയിൽ ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന ബാക്കിയുള്ള നിയന്ത്രണങ്ങൾ കൂടി എടുത്തു നീക്കം ചെയ്തു എന്ന് മാത്രം. അതുകൊണ്ടാണ് മദ്യപാനവും നായാട്ടും അശ്ലീലതയും പ്രാകൃതമായ സ്വഭാവവും അരാജകത്വവും ഒക്കെ അയാൾക്ക് പെട്ടെന്ന് തന്നെ വഴങ്ങുന്നതും അയാൾ അത് ആസ്വദിക്കാൻ തുടങ്ങുന്നതും. എന്നാൽ ഷാജീവൻ പെട്ടെന്ന് അങ്ങനെ അതിനോട് പൊരുത്തപ്പെടുന്നില്ല. പുള്ളി കൂടുതൽ സമയമെടുത്ത് ഇതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അവൻ ഇപ്പോഴും മുറുകെ പിടിക്കുന്നത് പുള്ളിയുടെ ആ നാഗരിക ഭാവങ്ങളിലാണ്. ക്രമം, സ്ഥിരമായ വ്യക്തിത്വം, യുക്തിചിന്ത, ധാർമ്മികത. അതുകൊണ്ടാണ് തുടക്കത്തിൽ പുള്ളി എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നത്. എന്നാൽ പതുക്കെ ചുരുളി അവന്റെ മൂടുപടവും അഴിച്ചെടുക്കുന്നു. അതിന്റെ ലക്ഷണങ്ങൾ വളരെ സൂക്ഷ്മമാണ്. മറ്റൊരു പേരിൽ പുള്ളിയെ വിളിക്കുമ്പോൾ അയാൾ ആ പേരിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഗ്രാമവാസികൾ അവന് കൂടുതൽ പരിചിതരായി വരുന്നു. കാടിനുള്ളിൽ അവൻ കൂടുതൽ സഹജവാസനകളാൽ നയിക്കപ്പെടുന്നു. അവനിലേക്ക് ഒരു അസ്വാഭാവികമായ ആത്മവിശ്വാസം കടന്നു വരുന്നു. ഒരു പോലീസുകാരനെ പോലെ അല്ലാതെ ആ നാട്ടിലെ ഒരു പൊതുബോധം പോലെ അയാൾ പെരുമാറാൻ തുടങ്ങുന്നു. അതാണ് ചുരുളിയിലെ മനുഷ്യരെ ഇത്രയധികം അസ്വസ്ഥരാക്കുന്ന ഒന്നാക്കി മാറ്റുന്നത്. അവർ അന്യഗ്രഹ ജീവികളോ പ്രേതങ്ങളോ അമാനുഷിക ജീവികളോ അല്ലെങ്കിൽ ഇവരാൽ ഇൻഫ്ലുവൻസ് ആയ ആളുകളോ ആയതുകൊണ്ടല്ല, മറിച്ച് അവർ പൂർണ്ണമായും അഭിനയം നിർത്തിവെച്ച മനുഷ്യരാണ്. ദേ ഹാവ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് പ്രിറ്റൻഡിങ്. അവരിപ്പോൾ കാണിക്കുന്നതാണ് യഥാർത്ഥ മാനുഷിക ഭാവം. മനുഷ്യർ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നത് നിർത്തിയാൽ, അതായത് അവർ അഭിനയിക്കുന്നത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? എന്നെ ഞാനാക്കുന്ന, നിങ്ങളെ നിങ്ങളാക്കുന്ന വ്യക്തിത്വം പൂർണ്ണമായിട്ടില്ലാതായാൽ പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ അക്ഷരാർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് സിനിമ പറയുന്നത്. നമ്മളെല്ലാവരും പിന്നെ ഒന്നാണ്. വി ആർ ലിറ്ററലി ദ സെയിം പേഴ്സൺസ്. വേട്ടക്കാരനും ഇരയും, പോലീസും കുറ്റവാളിയും, സിറ്റിയിൽ താമസിക്കുന്നവനും കാട്ടുവാസിയും, നിയമം നടപ്പിലാക്കുന്നവനും നിയമം ലംഘിക്കുന്നവനും, ഇവരാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതാകുന്നു. ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ ചുരുളിയുടെ അടിസ്ഥാന പ്രമേയവും. അതുകൊണ്ടാണ് ഷാജീവനും ജോയിയും തമ്മിലുള്ള സാമ്യതകൾക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. വന്യജീവികളെ വേട്ടയാടിയതിനും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചതിനും പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണ് ജോയി. ഒരാളുടെ ജീവിതം തന്നെ തകർക്കാൻ പോകുന്ന അത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ.
ഈ കുറ്റകൃത്യങ്ങൾക്ക് ആരോപിതനായ ജോയി എന്ന ഈ ഒളിവിലുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് ഷാജീവൻ എന്ന പോലീസുകാരൻ ചുരുളിയിലേക്ക് വരുന്നത്. എന്നാൽ കഥയുടെ അവസാനമാകുമ്പോഴേക്കും ഷാജീവൻ തന്നെ ഇതേ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അവൻ നായാട്ടിൽ പങ്കെടുക്കുന്നു, വന്യമൃഗങ്ങളെ കൊല്ലുന്നു, അതുപോലെ തന്നെ അവനൊരു ആൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട്. അതായത് ഈ കഥയുടെ അവസാനമായപ്പോഴേക്കും ഈ പറഞ്ഞ ജോയിയും ഈ പറഞ്ഞ ഷാജീവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതായി മാറി. നിയമം നടപ്പിലാക്കാൻ വന്നവൻ പതുക്കെ നിയമലംഘകനിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒന്നായി മാറുന്നു. അതുകൊണ്ടാണ് അതിന്റെ ക്ലൈമാക്സ് മനഃശാസ്ത്രപരമായി ഇത്രയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ജീപ്പിനുള്ളിൽ ജോയിയും ഷാജീവനും പരസ്പരം സീറ്റ് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു അമാനുഷിക വിദ്യയോ മാന്ത്രിക ശക്തിയോ അല്ല. ആ നിമിഷം അവരുടെ വ്യക്തിത്വങ്ങളുടെ തന്നെ പ്രതീകാത്മകമായൊരു തകർച്ചയായിരിക്കും അവിടെ കാണിച്ചത്. അതായത് ജോയി തന്നെയാണ് ഷാജീവൻ, ഷാജീവൻ തന്നെയാണ് ജോയി. ഇവർ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. ദാർശനികമായി നോക്കിയാൽ ഒരേ മനുഷ്യ സഹജമായ ഭാവത്തിന്റെ രണ്ട് പ്രതിഫലനങ്ങളാണ് അവർ എന്നാണ് ഒരു പക്ഷെ ആ കഥയിൽ ആ സീനിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. താൻ വേട്ടയാടുന്ന കുറ്റവാളികളിൽ നിന്ന് താൻ അടിസ്ഥാനപരമായി വ്യത്യസ്തരാണെന്ന് ആ പോലീസുകാർ വിശ്വസിക്കുന്നു. പക്ഷെ ചുരുളി പതുക്കെ അവരുടെ ആ മിഥ്യാധാരണയെ, അവരുടെ ആ വിശ്വാസത്തെ തകർത്തെറിയുകയാണ് അവിടെ ചെയ്യുന്നത്. നാഗരികതയുടെ ആ മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങുന്നതോടെ അവർ തമ്മിലുള്ള വ്യത്യാസം ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇല്ലാതാകുന്നു. താൻ നിയമവും സമാധാനവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ധാർമ്മിക പോലീസുകാരനാണെന്ന ഷാജീവന്റെ ധാരണയെ ചുരുളി തകർത്തു കളയുന്നതോടെ ജോയിയും ഷാജീവനും ഒരാളായി മാറുന്നു. അതുകൊണ്ടാണ് ക്ലൈമാക്സിലുടനീളം ജോയി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം പോലീസുകാർക്ക് മനസ്സിലാകാത്തൊരു കാര്യം അവനറിയാം. ഈ നാഗരിക ഭാവങ്ങൾക്ക് അത്ര എളുപ്പമൊന്നും മനുഷ്യരെ വേർതിരിച്ചു നിർത്താനാകില്ല എന്ന സത്യം. അനുയോജ്യമായൊരു സാഹചര്യം ലഭിച്ചാൽ, അതായത് ഈ ഒറ്റപ്പെടൽ, അരാജകത്വം, ആസക്തി, അക്രമം, പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയമില്ലായ്മ എന്നിവയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് മറ്റുള്ളവരിൽ മാത്രം നിലനിൽക്കുന്നു എന്ന് താൻ വിശ്വസിച്ചിരുന്ന അതേ ഇരുട്ടിലേക്ക്, അതേ പ്രാകൃതമായ ഭാവത്തിലേക്ക് ആരും പതിയെ പതപ്പതിച്ചു പോകും. കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നാളെ 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ചെയ്യുന്ന യാതൊരു പ്രവൃത്തികൾക്കും യാതൊരു വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകില്ല. അതായത് നാളെ 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പേരിൽ ഒരു കേസും ഉണ്ടാവില്ല, നമ്മളെ ആരും ആ പ്രവൃത്തികളുടെ പേരിൽ അറസ്റ്റും ചെയ്യില്ല എന്നൊരു പ്രഖ്യാപനം വന്നാൽ ആ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ TV-യിലും പത്രത്തിലും കണ്ടിട്ടുള്ള ആ കൊടും ഭീകരന്മാരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ 2 നില ബംഗ്ലാവിൽ താമസിക്കുന്ന ഡോക്ടർക്കും തൊട്ടടുത്ത് വെടി താമസിക്കുന്ന കൊല്ലനും തമ്മിൽ പിന്നീട് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ചുരുളി എന്ന കാടിനുള്ളിൽ ഏലിയൻസും മാടനും മർദ്ദയും യക്ഷിയെയും പോലെയൊക്കെയുള്ള ഭീകര സത്വങ്ങൾ വസിക്കുന്നു എന്നല്ല കഥ പറയുന്നത്. മറിച്ച് അതിനുള്ളിലേക്ക് കയറുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ ഭീകരജീവികളൊക്കെ എന്നൊക്കെയാണ് ഈ കാട് പറയുന്നത്. അവയെ ആ കാട് വെളിച്ചത്ത് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഓൾറെഡി ഈ പറഞ്ഞ ഭീകരജീവികൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചുരുളിയിൽ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ കാര്യം അതിലെ എല്ലാ മനുഷ്യർക്കും ഇരട്ട വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും 2-3 പേരുകൾ. ഷാപ്പ് നടത്തുന്നയാളെ ഫിലിപ്പ് എന്ന് പരിചയപ്പെടുത്തുന്ന കാണാം. എന്നാൽ പലരും അയാളെ കറിയാച്ചൻ എന്ന് വിളിക്കുന്നുണ്ട്, സ്കറിയ എന്ന് വിളിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ ഈ ജോയി എന്ന് പറഞ്ഞയാൾ എട്ടിച്ചെന്ന് വരെ മാറി മാറി വിളിക്കുന്നുണ്ട്. ഷാജീവൻ ആ ഗ്രാമത്തെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവർ മനസ്സിലാകുന്നൊരു കാര്യം, ചുരുളിയിലെ എല്ലാവർക്കും ഇതുപോലെ ഒന്നിലധികം പേരുകളും ഒന്നിലധികം സത്വങ്ങളും ഐഡന്റിറ്റീസും ഉണ്ട്, ഒന്നിലധികം രൂപഭാവങ്ങൾ. തുടക്കത്തിൽ ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഗ്രാമത്തിലുള്ള ഭൂരിഭാഗം പേരും കുറ്റവാളികളോ ഒഴിവിൽ കഴിയുന്നവരോ ഒക്കെ ആയതുകൊണ്ട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വ്യാജ പേരുകളിൽ ഒളിച്ചു താമസിക്കുകയാണെന്ന് ഷാജീവൻ കരുതുന്നു. സിനിമയുടെ തുടക്കത്തിൽ നമ്മളും ആ ഒരു വിശദീകരണത്തിലാണ് വിശ്വസിക്കുന്നതും. എന്നാൽ അതിനുശേഷമാണ് ആകെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. ഷാജീവൻ തന്നെ മറ്റൊരു പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ഷാപ്പ് നടത്തുന്നയാൾ ഷാജീവനെ വളരെ സ്വാഭാവികമായി ജോർജ് എന്ന് വിളിക്കുന്നു. ഷാജീവനാകട്ടെ അത് തിരുത്താൻ പോലും നിൽക്കാതെ തികച്ചും സാധാരണ രീതിയിൽ അതിന് മറുപടിയും നൽകുന്നുണ്ട്. ആ നിമിഷത്തെ ഭയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, ആ പേര് തന്നെ ഉദ്ദേശിച്ചുള്ളതാണോ എന്ന് സംശയിക്കാനോ മടിക്കാനോ പോലും പുള്ളി തയ്യാറാകുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ തങ്ങളുടെ ഐഡന്റിറ്റിയെ എത്ര ശ്രദ്ധയോടെയാണ് അവർ കാത്തു സൂക്ഷിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. സജീവൻ അല്ലടാ ഷാജീവൻ എന്നൊക്കെ ആന്റണി വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നതും ആന്റണി ചേട്ടാ എന്നൊക്കെ ഷാജീവൻ ഓർത്തോർത്ത് പിന്നെയും വിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ അവരുടെ ആ പേരുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ ഐഡന്റിറ്റി തന്നെയാണ് അവരെ തങ്ങളായി നിലനിർത്തുന്നത് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ പിന്നീട് ചുരുളിക്കുള്ളിൽ വെച്ച് യാതൊരു പ്രതിരോധവുമില്ലാതെ ഷാജീവൻ അബോധപൂർവ്വം മറ്റൊരു ഐഡന്റിറ്റി സ്വീകരിക്കുകയാണ് അവിടെ. ഇവിടെയാണ് വളരെ ആഴത്തിലുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന് സിനിമ നിശബ്ദമായി വെളിപ്പെടുത്തുന്നത്. ഫിലിപ്പിനോടും ഭാര്യയോടും ഷാപ്പ് നടത്തുന്നയാളുടെ യഥാർത്ഥ പേരിനെ കുറിച്ച് ഷാജീവൻ ചോദിക്കുമ്പോൾ രണ്ടുപേരും നേരിട്ടൊരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ പ്രതികരണം വിചിത്രമായി തോന്നാം. കാരണം ഈ സ്ഥലത്തിന് ചേർന്ന തരത്തിലുള്ള ചോദ്യമല്ല നീ ചോദിക്കുന്നത് എന്നാണ് സിനിമ അതിലൂടെ നമ്മളോട് പറയുന്നത്. ചുരുളിയിൽ ഒരു പക്ഷേ ഈ യഥാർത്ഥ ഐഡന്റിറ്റി എന്നൊരു കാര്യം തന്നെ അവശേഷിക്കുന്നുണ്ടാകില്ല. ചുരുളിക്കുള്ളിൽ സുരക്ഷിതവും സ്ഥിരവുമായ നിങ്ങൾ എന്നൊരു വ്യക്തിത്വം ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നാഗരിക ഭാവങ്ങളുടെ മുഖംമൂടികൾ അഴിഞ്ഞുവിടാൻ തുടങ്ങുന്നതോടെ എല്ലാവരും പതുക്കെ അതിനടിയിലുള്ള ഒരേയൊരു അരാജക മനുഷ്യഭാവത്തിലേക്ക് തകർന്നടിയുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേ മനുഷ്യഭാവത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ആ ഭാവം അണിഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ മനുഷ്യരും അവിടെ ഒന്നാണ്. അവിടെ പേരുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആളുകളുടെ പേരുകൾ മാറുന്നു, അവരുടെ ഐഡന്റിറ്റി മാറുന്നു, ധാർമ്മിക
ധാർമ്മികത മാറുന്നു, സ്ഥലങ്ങൾ രൂപാന്തരപ്പെടുന്നു, ഒന്നും സ്ഥിരമായി നിലനിൽക്കുന്നില്ല. ഒരു പേരാണ് മനുഷ്യനെ അവന്റെ സ്ഥിരമായ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്, അവന്റെ സത്വവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഞാൻ വക്കീലാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ടീച്ചറാണ്, അധ്യാപകനാണ്. പക്ഷെ ചുരുളി പതുക്കെ ആ ഒരു വിശ്വാസത്തെ അർത്ഥം മാറ്റുകയാണ് ചെയ്യുന്നത്. ആ മുഖംമൂടി അങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊന്നുമല്ല, നിങ്ങളെല്ലാവരും ഒരേ ആളുകളാണ് എന്നാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ഗ്രാമവാസികൾക്ക് വ്യത്യസ്തരായ വ്യക്തികളാണ് തങ്ങൾ എന്ന തോന്നൽ പതുക്കെ ഇല്ലാതാവുന്നു. അവർ കൂട്ടായ ബോധത്തിന്റെ പല ഭാഗങ്ങൾ മാത്രമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ആ കാട് തന്നെ അവരുടെ വ്യക്തിത്വങ്ങളെ മുഴുവൻ ആവാഹിച്ചെടുത്ത് അവരെല്ലാം ഒരേ ഒരു പ്രാകൃത മനുഷ്യബോധത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാക്കി ചുരുക്കിയതുപോലെ. സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും ഐഡന്റിറ്റി എന്നത് തന്നെ പൂർണ്ണമായിട്ടും തകർന്നടിയാൻ തുടങ്ങുന്നു. പോലീസും കുറ്റവാളിയും വേട്ടക്കാരനും വേട്ടയാടപ്പെടുന്നവനും നാഗരികനും പ്രാകൃതനും ഷാജീവനും ജോയിയും ഒരു ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റിലേക്ക് അവരെല്ലാവരും സിനിമയുടെ അവസാനം ഒരുമിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. അവർ ഒന്നിച്ച് ചിരിക്കുന്നു, പോലീസുകാരെ ഒന്നിച്ച് വളയുന്നു, താളാത്മകമായി സംസാരിക്കുന്നു, അവരുടെ ഭാവങ്ങൾ ഒന്നിച്ച് മാറി മറിയുന്നു. അതുകൊണ്ടാണ് ഗ്രാമീണർ പലപ്പോഴും വ്യത്യസ്തരായ ആളുകളെക്കാൾ അരാജകത്വം നിറഞ്ഞ ഒരേ ഒരു മനുഷ്യന്റെ പലവിധ മുഖങ്ങളായിട്ട് അനുഭവപ്പെടുന്നത്. പേരുകൾക്കും തൊഴിലുകൾക്കും ധാർമ്മികതയ്ക്കും മതത്തിനും സാമൂഹിക മുഖംമൂടികൾക്കും താഴെ മനുഷ്യർ തങ്ങൾ കരുതുന്നത് പോലെ അത്രയൊന്നും പരസ്പരം വ്യത്യസ്തരല്ല. ആ സംസ്കാരം എന്ന പൊയ്മുഖം എടുത്തു കളഞ്ഞാൽ മനുഷ്യർ എല്ലാവരും ഒന്നാണ് എന്നാണ് സിനിമയിൽ ഉടനീളം പറ്റാതെ നിൽക്കുന്ന പ്രധാന ആശയം വിരൽ ചൂണ്ടുന്നത്. ഈ ഇരട്ട സത്വങ്ങൾ എന്ന ഈ പ്രതിഭാസം, ഈ ഇരട്ട ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഈ കാര്യം ചുരുളിക്കുള്ളിലെ മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അവിടുത്തെ കള്ളുഷാപ്പിന് പോലുമുണ്ട് അത്തരമൊരു ഇരട്ട വ്യക്തിത്വം. ഒരു നിമിഷം അത് അങ്ങേയറ്റം വൃത്തിഹീനമായൊരു കള്ളുഷാപ്പാണ്. മദ്യപാനം, അശ്ലീലത, അക്രമം, ഇറച്ചി, അരാജകത്വം, ഇതൊക്കെയാണ് ആ കള്ളുഷാപ്പിന്റെ ഉള്ളിൽ നടക്കുന്നത്. പ്രാകൃതമായ മനുഷ്യന്റെ പ്രവർത്തികൾ. എന്നാൽ തൊട്ടടുത്ത നിമിഷം അതിന്റെ ഘടനയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ തന്നെ അതേ സ്ഥലം ചുരുളിയിലെ പള്ളിയായി മാറുന്നു. പ്രാർത്ഥനകൾ ആലപിക്കപ്പെടുന്നു, കുർബാന നടക്കുന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നു. തലേ ദിവസം രാത്രി മദ്യപിച്ച് കൂത്താടിയും തെറി വിളിച്ച് നടന്ന അതേ മനുഷ്യർ അവർ മദ്യപിച്ച് കൂത്താടിയും തെറി വിളിച്ചുമിരുന്ന അതേ സ്ഥലത്ത് തന്നെ പിറ്റേന്ന് ഭക്തരായ വിശ്വാസികളായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ മാറ്റം ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകാത്മക നിമിഷങ്ങളിൽ ഒന്നാണ്. കാരണം ആ കെട്ടിടം ഒരിക്കലും മാറുന്നില്ല, അതിന്റെ ചുമതലകൾ മാത്രമാണ് മാറുന്നത്. ചുരുളിയിലെ മനുഷ്യരെ പോലെ തന്നെ ആ കള്ളുഷാപ്പും അതിന്റെ സത്വങ്ങൾക്കിടയിലൂടെ മാറി മറിഞ്ഞ് വഴുതി നടക്കുകയാണ്. ഒരേ സമയം അത് വിശുദ്ധവും അവിശുദ്ധവുമായ ഒരു സ്ഥലമായിട്ട് മാറുന്നു. മത്ത് പിടിക്കുന്ന ഒരിടം ആരാധനാലയമായി മാറുന്നു, മദ്യശാല പള്ളിയായിട്ട് മാറുന്നു. ചുരുളിയിലുടനീളം നിലനിൽക്കുന്ന ഈ കേന്ദ്ര ആശയത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുകയാണ് ഈ കള്ളുഷാപ്പ് പള്ളിയായിട്ട് മാറുന്നതിലൂടെ. ചുരുളിക്കുള്ളിലെ ഒന്നിനും പിന്നീട് സ്ഥിരമായൊരു വ്യക്തിത്വം ഇല്ല. മനുഷ്യർക്കില്ല, സ്ഥലങ്ങൾക്കില്ല, ധാർമ്മികതയ്ക്കില്ല, എന്തിന് റിയാലിറ്റിക്ക് പോലും സ്ഥിരമായിട്ടൊരവസ്ഥയില്ല. കള്ളുഷാപ്പ് പള്ളിയായി മാറുന്നത് അവിടുത്തെ ഗ്രാമീണരുടെ അവസ്ഥയെ തന്നെയാണ് പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നത്. കുറ്റവാളികൾ ഭക്തരാകുന്നു, അക്രമാസക്തരായ മനുഷ്യർ ആരാധകരാകുന്നു, വിശുദ്ധിയുടെ തൊട്ടടുത്ത് തന്നെ അശ്ലീലത നിലനിൽക്കുന്നു, ആചാരങ്ങളുടെ കൂടെ തന്നെ മൃഗീയ സഹജ വാസനകളും നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് കള്ളുഷാപ്പും പള്ളിയും തമ്മിലുള്ള ആ രൂപാന്തരം ഇത്രയധികം അസ്വസ്ഥത ഉണ്ടാകുന്നത്. അത് വെറും ഒരു പരിഹാസമോ ഡാർക്ക് ഹ്യൂമറോ ഒന്നുമല്ല. ചുരുളിക്കുള്ളിൽ ഐഡന്റിറ്റി എന്നത് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്ന് സിനിമ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. സിനിമ പറയുന്നത് മതം വ്യാജമാണെന്നല്ല, മറിച്ച് അതിനേക്കാൾ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് സിനിമ ചോദിക്കുന്നത്. മനുഷ്യർക്ക് എങ്ങനെയാണ് ഒരേ സമയം ക്രൂരതയും ഭക്തിയും തങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നത്? ആ വൈരുദ്ധ്യമാണ് ചുരുളിയുടെ കേന്ദ്ര ബിന്ദു. മനുഷ്യന്റെ വന്യമായ സഹജവാസനകളും അക്രമവും ആസക്തികളും നിലകൊള്ളുന്ന അതേ അരാജകമായ മനസ്സിന്റെ ഉള്ളറകളിൽ തന്നെയാണ് വിശ്വാസവും നിലനിൽക്കുന്നത് എന്നാണ് ചുരുളി സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഒടുവിൽ ചെന്നെത്തുന്നത് സിനിമയുടെ തുടക്കത്തിൽ പറയുന്ന ആ സന്യാസിയുടെയും മാടന്റെയും ആദ്യ കഥയിലേക്കാണ്. മാടൻ എന്നത് എവിടെയോ ഉയരത്തിലിരുന്ന് കാടിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രേതമോ അമാനുഷിക ശക്തിയോ ഏലിയനോ അല്ല. കേരളത്തിലെ നാടോടി കഥകൾ പരിശോധിച്ചാൽ, ഈ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്, മാടനെ പലപ്പോഴും രൂപം മാറാൻ കഴിയുന്ന ഒരു അമാനുഷിക ജീവിയായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ് എൻറ്റിറ്റി, വഞ്ചനാപരമായ, അസ്ഥിരമായ, കൃത്യമായൊരു രൂപമോ ഐഡന്റിറ്റിയോ ഇല്ലാത്ത ഏത് രൂപവും മാറാൻ കഴിയുന്ന, പിടി കൊടുക്കാത്ത ഒരു അമാനുഷിക ശക്തി, അതാണ് മാടൻ. അത് രൂപം മാറി യാത്രക്കാരെ വഴിതെറ്റിക്കുന്നു, ആളുകളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു, മനുഷ്യരെ നിശ്ചയദാർഢ്യങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും അകറ്റുന്നു. തുടക്കത്തിലെ കഥയിൽ ആ മാടൻ ജോയി ആണെന്ന് കരുതാൻ എളുപ്പമാണ്. കാരണം അവനാണല്ലോ ചുരുളിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ കുറ്റവാളി, എല്ലാവരും തിരയുന്ന ആ നിഗൂഢ സാന്നിധ്യം. എന്നാൽ സിനിമ ആഴങ്ങളിലേക്ക് പോകുന്തോറും ചുരുളി എന്ന സ്ഥലം തന്നെ മാടന്റെ യുക്തിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് തോന്നി തുടങ്ങും. ആ അർത്ഥത്തിൽ മാടൻ എന്നത് കേവലം ഒരു അമാനുഷിക ജീവി മാത്രമല്ലാതായി മാറുന്നു. അത് മനുഷ്യ സഹജമായ ഭാവത്തിന്റെ തന്നെ ഒരു പ്രതീകമായി മാറുകയാണ്. ചുരുളിക്കുള്ളിൽ എല്ലാവരും ഇത്തരത്തിൽ രൂപം മാറുന്നു. ആളുകളുടെ പേരുകൾ മാറുന്നു, സത്വങ്ങൾ മങ്ങുന്നു, ധാർമ്മികത മാറിമറിയുന്നു, വ്യക്തിത്വങ്ങൾ രൂപാന്തരപ്പെടുന്നു. വിശുദ്ധമായ സ്ഥലങ്ങൾ അശുദ്ധമായ സ്ഥലങ്ങളാകുന്നു. കുറ്റവാളികൾ ഭക്തരാകുന്നു, പോലീസുകാർ കുറ്റവാളികളാകുന്നു, വേട്ടക്കാർ ഇരകളാകുന്നു. ഒന്നിനും സ്ഥിരമായ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് തുടക്കത്തിലെ സന്യാസിയുടെ കഥ ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്. താൻ മാടനെ വേട്ടയാടുകയാണെന്ന് ആ സന്യാസി ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ രൂപം മാറാൻ കഴിവുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു രൂപവും ഇല്ലാത്ത
ആ മാടനെ തന്നെയാണ് താൻ കൊണ്ടു നടക്കുന്നത് എന്ന് അയാൾ അറിയുന്നില്ല. ഇത് ആ പോലീസുകാരുടെ അവസ്ഥയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. തങ്ങൾ തിന്മയെയും അരാജകത്വത്തെയും കുറ്റകൃത്യങ്ങളെയും വേട്ടയാടാനാണ് ചുരുളിയിലേക്ക് വരുന്നതെന്ന് പോലീസുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം ജോയിയുടെ രൂപത്തിൽ തങ്ങൾക്ക് പുറത്താണ് നിൽക്കുന്നത് എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ തങ്ങൾ വേട്ടയാടി പിടിക്കാൻ നടക്കുന്ന ഇതേ കാര്യങ്ങൾ ഇതിനകം തന്നെ തങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ അത് തങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് സിനിമ പതുക്കെ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ മാടൻ എന്നത് കേവലം ജോയി മാത്രമല്ല, വെറും ഒരു പ്രേതമല്ല, കാടിനെ നിയന്ത്രിക്കുന്ന ഒരു അമാനുഷിക ശക്തിയല്ല, മറിച്ച് നാഗരികതയ്ക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന രൂപം മാറാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു രൂപവുമില്ലാത്ത മനുഷ്യന്റെ ആദിമ സഹജ വാസനയാണ് മാടൻ. ഇഷ്ടാനുസരണം പ്രാകൃത ഭാവവും നാഗരിക ഭാവവും എടുത്തണിയാൻ കഴിയുന്ന മനുഷ്യൻ തന്നെയാണ് ഇവിടെ മാടൻ. ചുരുളിക്കുള്ളിലെ ഓരോരുത്തരും അതിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് അവർക്കെല്ലാം ഷാജീവനെ നേരത്തെ പരിചയമുള്ളതുപോലെ തോന്നിപ്പിക്കുന്നതിന്റെ കാരണവും നേരത്തെ ഷാജീവൻ ഇവിടെ വന്നിട്ടുള്ളതുപോലെയൊക്കെ സംസാരിക്കുന്നതും. തുടക്കത്തിൽ ഈ സംഭവങ്ങൾ ഒരു ടൈം ലൂപ്പ് പോലെയുള്ള ചില സയൻസ് ഫിക്ഷൻ പ്രതിഭാസങ്ങളായിട്ട് നമുക്ക് തോന്നും. അമാനുഷികമായ ആവർത്തനങ്ങൾ, ഒരു സയൻസ് ഫിക്ഷൻ നിഗൂഢത. അങ്ങനെ അനുമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നേരത്തെ പറഞ്ഞു, സിനിമ ഇത്തരം കാഴ്ചപ്പാടുകൾക്കുള്ള സാധ്യതകൾ കൂടി പൂർണ്ണമായിട്ടും തുറന്നു നൽകുന്നുണ്ട്. സാധാരണ ഒരു കോൺവെർസേഷനിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും. ഒന്ന് ചിന്തിക്കുക, നമ്മളൊരു വീട്ടിൽ കുഴിവെട്ടാൻ ചെല്ലുന്നു. അപ്പോൾ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, നീ എത്ര തവണയായി ഇവിടെ കുഴിവെട്ടാൻ വന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. പക്ഷേ ആ ഞെട്ടുന്നത് അതൊരു സാധാരണ സംഭാഷണത്തിലും സാധാരണ അന്തരീക്ഷത്തിലുമാണ്. ചുരുളിക്കുള്ളിലെ ഒന്നിനും അത്തരത്തിലുള്ളൊരു സാധാരണത്വമില്ല. ഷാജീവൻ അത് കേട്ട് ഞെട്ടുന്നുമില്ല. സോ ദാറ്റ്സ് നോട്ട് നോർമൽ. അത് മറ്റെന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഗ്രാമീണർക്ക് ഷാജീവനോട് തോന്നുന്ന ആ വിചിത്രമായ പരിചയം അതിനേക്കാൾ ആഴമേറിയ മറ്റൊരർത്ഥം നൽകുന്നതായിരിക്കാം. ഞങ്ങൾ ഷാജീവനെ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയല്ല അവർ ചെയ്യുന്നത്, മറിച്ച് ഞങ്ങൾ ഈ മുഖം മൂടി ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അത് അനുഭവപ്പെടുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ പോലീസുകാരൻ, നാഗരികൻ, ധാർമ്മികൻ, പുറത്തുനിന്നുള്ളവൻ, ഞാൻ നിങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ, ഇതെല്ലാം വെറും താൽക്കാലിക മുഖംമൂടികൾ മാത്രമാണെന്ന് ചുരുളിയിലെ ആ ഗ്രാമീണർക്ക് നേരത്തെ അറിയാം. ഇത്തരം മുഖംമൂടികളെ ഞങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എന്നായിരിക്കാം ആ വാചകങ്ങളിലൂടെ അയാൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആന്റണിയെയും ഷാജീവിനെയും കണ്ടാൽ ഗ്രാമീണർ ഒരിക്കലും ഞെട്ടുകയോ ഭയപ്പെടുകയോ ചെയ്യാത്തത്. കാരണം ഈ കഥയുടെ അവസാനം എന്തായിരിക്കും എന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാം. എന്റെ ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ട് മാത്രം ചുരുളിക്കുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അക്ഷരാർത്ഥത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല. സിനിമയിൽ ഇപ്പോഴും തികച്ചും വിചിത്രമായ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെയുള്ള തിളങ്ങുന്ന മാസ്ക് ഒക്കെ വെച്ച് വരുന്ന മനുഷ്യർ, പിന്നെ ഷാജീവൻ ആ ജനാലയിലൂടെ നോക്കുമ്പോൾ മാണിഷ്യന്റെ വീടിനുള്ളിൽ കാണുന്ന നിഗൂഢമായ യന്ത്രങ്ങളും പ്രകാശങ്ങളും, അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന തീപ്പൊരി, എന്താ പറയാ, തീച്ചാമുണ്ടി, അവസാന രംഗത്തെ അസംഭവ്യമായ ചന്ദ്രന്റെ വികലമായ റിയാലിറ്റി, പിന്നെ ചുരുളിയുടെ തന്നെ കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഏലിയൻ പോലെയുള്ള രൂപങ്ങളെ കാണുന്നതും ആ മിഷനറീസ് ഒക്കെ കാണുന്നതും ഷാജീവനാണ് എന്നുള്ളതാണ്. അവന്റെ ഐഡന്റിറ്റിയും ബോധവും അസ്ഥിരമാകുന്ന, കൊളാപ്സ് ആകുന്ന കൃത്യമായ നിമിഷങ്ങളിലാണ് ഏതാണ്ട് അവൻ ഈ രൂപങ്ങളൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഈ മിഷനറീസ് ഒക്കെ കാണുന്നത്. ഒരിക്കൽ പുള്ളിയുടെ സ്വപ്നം പോലുള്ള ദർശനത്തിലാണ് പുള്ളി ഈ തിളങ്ങുന്ന ഏലിയൻസിനെ പോലുള്ള മനുഷ്യരൂപങ്ങളെ കാണുന്നത്. പിന്നീട് കാട്ടിലെ നായാട്ടിനിടയിൽ മൃഗത്തെ വെടിവെക്കുന്നതിന് തൊട്ടു മുൻപ് ഒന്നും കൂടി ഈ രൂപങ്ങളെ കാണുന്നു. കൂടെയുള്ള ആന്റണിയോ വേറെ ആരോ ഇവയെ കാണുന്നതോ ഇവയോട് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രൂപങ്ങൾ സാധാരണ അഭൗതിക ജീവികളെക്കാൾ ഷാജീവിന്റെ മനഃശാസ്ത്രപരമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഫലനങ്ങളായിരിക്കാം ഒരുപക്ഷെ സൂചിപ്പിക്കുന്നത്. പുള്ളിയുടെ തോന്നലുകൾ, ഹാലോസിനേഷൻസ്, അബോധ മനസ്സിന്റെ പ്രൊജക്ഷനുകൾ. ഷാജീവൻ ചുരുളിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്തോറും ഇത്തരം അസംഭവ്യമായ ദർശനങ്ങൾ അവന് ചുറ്റും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. യാഥാർത്ഥ്യത്തിന് താഴെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു തലം അവൻ ദർശിക്കാൻ തുടങ്ങുന്നത് പോലെ. അതുകൊണ്ടാണ് സിനിമ അക്ഷരാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ളതല്ലെങ്കിൽ പോലും ആ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ദൃശ്യങ്ങൾ അത്രയധികം ഫലപ്രദമാകുന്നത്. ആ ജീവികൾ വളരെ പുരാതനവും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ്. ഒപ്പം മനുഷ്യ സഹജമായ ഭാവത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അരാജകത്വത്തോട് ഭയപ്പെടുത്തും വിധം അത്രമേൽ അടുത്തു നിൽക്കുന്നവയുമാണ്. ഈ ഒരു ഒറ്റ ആശയത്തിലൂടെ സിനിമയെ മുഴുവനായി മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊരു പൂർണ്ണമായ വ്യാഖ്യാനമായിരിക്കും. എങ്കിലും സിനിമയെ ഈ അന്യഗ്രഹ ജീവികളുടെ കഥയോ പ്രേത കഥയോ ടൈം ലൂപ്പോ ഒക്കെയായി ചുരുക്കി കാണുന്നതിനേക്കാൾ അതിന്റെ വൈകാരികവും ദാർശനികവുമായ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴുള്ള വിശദീകരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മാത്രം കാഴ്ചപ്പാടും അഭിപ്രായവുമാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സിനിമയുടെ പേര് ചുരുളി എന്നാണ്. വൃത്തമല്ല, നോട്ട് എ സർക്കിൾ. അതൊരു ചുരുളിയാണ്, സ്പൈറൽ. ഒരു വൃത്തം എന്നാൽ ഒരേ കാര്യം തന്നെ അനന്തമായിട്ട് ആവർത്തിക്കുന്നതാണ്. ഒരേ തുടക്കം, ഒരേ ഒടുക്കം, ഒരേ സംഭവങ്ങൾ, ഒരേ മനുഷ്യർ. തുടക്കം ഒടുക്കത്തിലേക്ക് വഴിമാറുന്നു.
ഒടുക്കം വീണ്ടും തുടക്കത്തിലേക്ക് വളഞ്ഞു വരുന്നു. അതാണ് ലൂപ്പ്, വൃത്തം, സർക്കിൾ. എന്നാൽ ചുരുൾ വ്യത്യാസമുണ്ട്. സ്പൈറൽ അങ്ങനെയല്ല. ചുരുൾ കൃത്യമായ നിമിഷങ്ങളെയല്ല, കൃത്യമായ ആ നിമിഷങ്ങളുടെ പാറ്റേണുകളാണ് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. വ്യത്യസ്ത ഐഡന്റിറ്റികളും വ്യത്യസ്ത മുഖംമൂടികളും ധരിച്ച സമാനരായ മനുഷ്യരിലൂടെ മുമ്പ് കഴിഞ്ഞുപോയ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചുരുളിയിൽ നടക്കുന്നത്. ഒരു യന്ത്രം പോലെ ഒരേ കഥ തന്നെ എന്നേക്കുമായിട്ട് അവിടെ ആവർത്തിച്ച് കളിക്കുകയല്ല, മറിച്ച് മനുഷ്യ സഹജമായ ഭാവത്തിന്റെ അതേ അരാജകത്വ കഥ വ്യത്യസ്ത മനുഷ്യരിലൂടെ വീണ്ടും ആവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെ ഒരു കാഴ്ചപ്പാടോ പെർസ്പെക്റ്റീവോ കേട്ടിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞോളൂ.